നൽകപ്പെടുന്നു. ഈ കൃപാവരങ്ങളുടെ കാര്യങ്ങൾ നമ്മൾ പറഞ്ഞിട്ട് അതിന് മുമ്പ് ഒന്ന് ബോധ്യപ്പെടുത്തുകയാണ്. ഇത് എന്തിനു വേണ്ടിയാണ്? പൊതുപ്രയോജനത്തിന് വേണ്ടി, സഭയുടെ പ്രയോജനത്തിന് വേണ്ടി, ജനത്തിന്റെ പ്രയോജനത്തിന് വേണ്ടി ഒക്കെ എന്ത് ചെയ്യുന്നു? ഇത് നൽകപ്പെടുന്നു. എനിക്ക് പ്രയോജനം ഉണ്ടാകുന്നുണ്ട്, അത് വേറെ കാര്യം, ആത്മിക വർധന ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ തന്നെ ഇത് പൊതുവായ ഒരു സമൂഹത്തിന് വേണ്ടി, പൊതുജനത്തിന്റെ സാന്ത്വനത്തിന് വേണ്ടി, അല്ലെങ്കിൽ അവരുടെ ആശ്വാസത്തിന് വേണ്ടി, അവരുടെ വിടുതലിന് വേണ്ടി, അവരുടെ നന്മയ്ക്ക് വേണ്ടി ഇതെന്ത് ചെയ്യുന്നുണ്ട്? അവരുടെ പ്രയോജനത്തിനായി നൽകപ്പെടുന്നതാണ്. എന്നിട്ട് അവിടെ താഴെ വായിക്കാൻ മനസ്സിലാവും 9 കൂട്ടം വരങ്ങളുടെ കാര്യം പറയുന്നത്. 9 കൂട്ടം വരങ്ങളുടെ കാര്യം പറയുന്നുണ്ട്. സ്തോത്രം. അതിൽ നിങ്ങൾ ആദ്യത്തെ ശ്രദ്ധിച്ചേ. ആദ്യത്തെ ഇതിന്റെ കാര്യം എന്ന് പറയുന്നത് ഓരോരുത്തര് ആത്മാവിനാൽ ജ്ഞാനത്തിന്റെ വചനം, ജ്ഞാനത്തിന്റെ വചനം. സ്തോത്രം. രണ്ടാമത്തെ പറയുന്നത് പരിജ്ഞാനത്തിന്റെ വചനം. സ്തോത്രം. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ദൈവവചനത്തിന് ശക്തിയുണ്ട്. ശക്തിയുള്ള ദൈവത്തിന്റെ വചനം പ്രാണനെയും ആത്മാവിനെയും സന്ധിമജ്ജകളെയും വേർപിടിവിക്കുന്നവരെ തുളച്ചു ചെല്ലുന്നതാണ്. ദൈവവചനത്തിന് ശക്തി ഉള്ളതുകൊണ്ട് തന്നെ നാം ദൈവവചനം ഉരുവിട്ടുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ഏത് മണ്ഡലത്തിലും ദൈവിക വിടുതലുകൾ അനുഭവിച്ചറിയാൻ സാധിക്കുന്നുണ്ട്. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ആദിയിൽ വചനം ഉണ്ടായിരുന്നു, വചനം ദൈവമായിരുന്നു, ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. സാക്ഷാൽ ദൈവമായിരിക്കുന്ന ദൈവവചനത്തിന്റെ പ്രത്യേകത, ആ ദൈവവചനം ഉരുവിട്ട് നാം പ്രാർത്ഥിക്കുന്നുണ്ടെങ്കിൽ ആ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട്. സ്തോത്രം. ആ പ്രാർത്ഥനയുടെ മാറ്റു വർദ്ധിപ്പിക്കുന്നത്, അതിന്റെ ശക്തി വർദ്ധിപ്പിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ അത് ദൈവവചനത്തിന്റെ ശക്തിയാണ്, അല്ലെങ്കിൽ ദൈവത്തിന്റെ ശക്തിയാണ്. അപ്പോ സ്തോത്രം, ഈ ദൈവവചനത്തിന്റെ പ്രത്യേകത എന്താണ്? അവിടെ എഴുതിയിരിക്കുന്നത് ശ്രദ്ധിച്ചേ. ഒന്ന്, അത് ജ്ഞാനത്തിന്റെ വചനമാണ്. ജ്ഞാനത്തിന്റെ വചനം. സ്തോത്രം. ജ്ഞാനത്തിന്റെ വചനം. ജ്ഞാനത്തിന്റെ വചനം എന്ന് പറയുമ്പോൾ ലേഖനം തുടങ്ങുമ്പോൾ തന്നെ ഇങ്ങനെ പറയുന്നുണ്ടാണ്. ജ്ഞാനത്തിന്റെ പ്രത്യേകതകൾ പറയുന്നുണ്ട്. ജ്ഞാനികളെ രചിപ്പാൻ ദൈവം ലോകത്തിൽ ഭോഷത്വമായത്. സ്തോത്രം. അവൻ ഇത് ജ്ഞാനത്തിന്റെ വചനമായതുകൊണ്ട് ഇത് ദൈവിക ജ്ഞാനമാണ്. അതിന് ഒന്നാമത്തെ കാര്യം പറയുന്നത് അത് ദൈവിക ജ്ഞാനമാണ്. ദൈവിക ജ്ഞാനം ഒരു മനുഷ്യർക്ക് ഉണ്ടാകുന്നത് തിയോളജി പഠിച്ചിട്ടല്ല. ഒരു ഡോക്ടറേറ്റ് എടുത്തെന്ന് വിചാരിച്ചാൽ ദൈവിക ജ്ഞാനം ഉണ്ടാകണമെന്നില്ല. ദൈവവചനത്തിലെ യഥാർത്ഥമായ മർമ്മം മനസ്സിലാക്കണമെങ്കിൽ അത് ദൈവം അവരുടെ വ്യക്തിപരമായി ഇടപെട്ടെങ്കിലേ മനസ്സിലാകത്തുള്ളൂ. അത് അനുഭവിച്ചറിയുന്നവരെ ഓർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യാം. ദൈവത്തിന്റെ അനുദിനമുള്ള ഇടപെടലുകൾ. സ്തോത്രം. ദൈവം ആരോടാണ് സംസാരിക്കുന്നത്? ദൈവത്തോട് അടുത്ത് എന്നവരോടും ദൈവത്തോട് അടുത്ത ബന്ധം പുലർത്തുന്നവരോടും മാത്രമാണ് ദൈവം സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. സുഹൃത്തുക്കളോടെന്ന പോലെ മോശയോട് സംസാരിച്ചു. സ്തോത്രം. ആമേൻ. അങ്ങനെ പലരോട്, അബ്രഹാമിനോട് സംസാരിച്ചു. സ്തോത്രം. ആമേൻ. ദാവീദിനോട് സംസാരിച്ചു. അങ്ങനെ ഭക്തന്മാരോടൊക്കെ എന്ത് ചെയ്തു? ദൈവം സംസാരിച്ചത് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ദൈവം സംസാരിച്ചത് ദൈവിക ജ്ഞാനമാണ് അവർക്ക് പകർന്നു കൊടുത്തത്. സ്തോത്രം. ലോകത്തോട് സംസാരിക്കാനുള്ളത് അവർക്ക് പകർന്നു കൊടുത്തു. അത് വ്യക്തമായി എടുത്തു പറഞ്ഞാൽ, അപ്പോസ്തലനായ പൗലോസിനെ തന്നെ പറഞ്ഞാൽ, സ്തോത്രം, അതിന്റെ 11-ാം അധ്യായത്തിന്റെ 23-ാം വാക്യത്തിൽ വായിക്കുന്ന ഒരു വാക്യമുണ്ട്. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിക്കുകയും നിങ്ങൾ ഏൽപ്പിക്കുകയും ചെയ്തത് എന്ന് വെച്ചാൽ അതിലുള്ള താഴോട്ടുള്ള ഭാഗങ്ങൾ വായിക്കുമ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം. സ്തോത്രം. യേശു കർത്താവിന്റെ പരസ്യ ശുശ്രൂഷ സമയത്ത് യേശു കർത്താവിന്റെ ശിഷ്യന്മാരിൽ ഒരാളായി യേശുവിന്റെ കൂടെ ഉണ്ടായിരുന്ന ഒരാളേ അല്ല. സ്തോത്രം. കണ്ടറിഞ്ഞ, അനുഭവിച്ചറിഞ്ഞ ശിഷ്യന്മാരെക്കാൾ, സ്തോത്രം, ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനാൽ അല്ലെങ്കിൽ ദൈവത്തിന്റെ പരിജ്ഞാനം ദൈവം പകർന്നു കൊടുത്ത ഒരു വ്യക്തിയാണ് അപ്പോസ്തലനായ പൗലോസ്. സ്തോത്രം. അപ്പൊ പൗലോസിന്റെ ഹൃദയത്തിനകത്ത് പകർന്നു കിട്ടിയതാണ് പൗലോസ് എടുത്തു പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചത്. സ്തോത്രം. കർത്താവ് എന്റെ പക്കൽ ഏൽപ്പിച്ചൊരു ജ്ഞാനം, എന്റെ പക്കൽ ഏൽപ്പിച്ചൊരു അറിവ്. സ്തോത്രം. ലോകത്തിനത് കൊടുക്കാൻ പറ്റത്തില്ല. സ്തോത്രം. പത്രോസിനോ യോഹന്നാനോ അല്ലെങ്കിൽ അപ്പോസ്തലന്മാർക്കൊക്കെ ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നതിനപ്പുറമായിട്ടുള്ള ജ്ഞാനം ദൈവം ആർക്ക് കൊടുത്തു? അപ്പോസ്തലൻ പൗലോസ് കൊടുത്തു. ഇനി ഒന്നോട് ചേർന്ന് പറഞ്ഞാൽ പത്രോസിനെ ദൈവം അങ്ങനെ ഒരു സാഹചര്യത്തിൽ പറയുന്നുണ്ട്, നിങ്ങളെന്നെ ആരെന്ന് പറയുന്നു? യോഹന്നാൻ എന്ന് പറയുന്നുണ്ട്, പ്രവാചകന്മാരിൽ ഒരാളാണെന്ന് പറയുന്നുണ്ട് എന്നൊക്കെ പറയുന്ന ഒരു കാര്യമുണ്ട്. ആ സമയത്ത് പത്രോസ് പറയുന്ന ഒരു കാര്യമുണ്ട്, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. അപ്പൊ കർത്താവിനോട് പറയുന്ന പോലെ ജഡരക്തങ്ങളല്ല നിനക്ക് ഇത് വെളിപ്പെടുത്തിയത്, ഇത് ആരാ വെളിപ്പെടുത്തിയത്? അപ്പൊ ദൈവം വെളിപ്പെടുത്തി
ലോകത്തിൽ നിന്ന് കിട്ടുന്നതല്ല. അത് നിർമ്മലമാണ്, സ്തോത്രം, ശക്തിയുള്ളതാണ്. ലോകത്തിന്റെ മുമ്പിൽ ആ ജ്ഞാനത്തിന്, അല്ലെങ്കിൽ ലോകത്തിന്റെ ജ്ഞാനത്തിന് മുമ്പിൽ അതിനോട് സ്തോത്രം താതാത്മ്യപ്പെടാൻ പറ്റത്തില്ല. ലോകത്തിന്റെ അറിവുകൾ, ഞങ്ങള് സ്തോത്രം ദൈവദാസന്മാരാണ്, ഞങ്ങൾ വചനം വായിക്കുന്നു, ഞങ്ങളത് പഠിക്കുന്നു, ഞങ്ങൾ വിവിധ ബുക്കുകൾ സെർച്ച് ചെയ്യുന്നു, ഞങ്ങൾ കാര്യങ്ങളൊക്കെ പഠിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്, സ്റ്റഡി ചെയ്യുന്നുണ്ട്. പക്ഷേ ഞങ്ങൾ സ്റ്റഡി ചെയ്യുന്നതിനപ്പുറത്ത് ദൈവത്തിന്റെ ദൂത് കൈമാറുന്നത് ആർക്കാന്ന് ചോദിച്ചാൽ കർത്താവിൽ നിന്ന് പ്രാപിക്കുന്നവർക്കാണ്. പഠിക്കുന്നത് നല്ലതാ, ഡോക്ടറേറ്റ് എടുക്കുന്നത് നല്ലതാ, എല്ലാ വിദ്യാഭ്യാസവും ഒക്കെ നല്ലതാ, അത് വേണ്ടെന്നല്ല പറയുന്നത്. പക്ഷേ ദൈവത്തിന്റെ ജ്ഞാനം ഒരുവിന് ലഭ്യമാകണമെങ്കിൽ അത് ദൈവത്തോടുള്ള കോൺവെർസേഷനിൽ ലഭ്യമാകത്തുള്ളൂ. ദൈവത്തോടുള്ള സംഭാഷണത്തിൽ മാത്രമേ അത് ലഭ്യമാകത്തുള്ളൂ. ദൈവത്തോടുള്ള ഇടപെടലുകളിൽ മാത്രമേ അത് ലഭ്യമാകത്തുള്ളൂ. അത് ലോകത്തിന് തരാൻ പറ്റുന്നതല്ല. ലോകത്തിന്റെ അറിവുകൾക്ക് പരിമിതിയുള്ളപ്പോ എന്റെ കർത്താവിന്റെ അറിവ് തരുമ്പോ അത് പരിജ്ഞാനത്തോടെ പ്രയോഗിക്കാൻ കർത്താവ് കൃപ തരുന്ന ദൈവം കൂടിയാണ്. ജ്ഞാനത്തിന്റെ ആത്മാവ്, രണ്ട് പരിജ്ഞാനത്തിന്റെ ആത്മാവ്. ഇതിനെല്ലാം വാക്യങ്ങളുണ്ട് എന്റെ മുമ്പിൽ, പക്ഷേ എനിക്ക് എല്ലാം എടുത്ത് വായിപ്പിക്കാൻ സമയമില്ല. രണ്ടാമത്തെ 7-ാം വാക്യം വായിച്ചാട്ടെ. 7-ാം വാക്യം. ഇവിടെ എല്ലാം വ്യക്തമാക്കുന്ന പൗലോസ് ഏറ്റവും കൂടുതൽ ഊന്നൽ കൊടുത്ത് വ്യക്തമാക്കുന്ന കാര്യം എന്ന് ചോദിച്ചാൽ ഇത് മനുഷ്യനിൽ നിന്ന് ഉദ്ഭവിക്കുന്നതല്ല, ലോകത്തിന്റെ അറിവല്ല, ലോകത്തിന്റെ അറിവിൽ കൊണ്ട് എഴുതി വെച്ചിരിക്കുന്നതല്ല. പരിശുദ്ധാത്മാവിനാൽ, ദൈവിക ജ്ഞാനത്താൽ, ദൈവിക ഇടപെടലുകളാൽ എനിക്ക് ലഭ്യമായതാണ്. അതിനടുത്ത വാക്യം അതിന്റെ ശ്രദ്ധിച്ച്, പരിജ്ഞാനത്തിന്റെ വചനം. പരിജ്ഞാനത്തിന്റെ വചനം. നമ്മൾ ഈ സാധാരണയായി പ്രസംഗവേദികളിൽ ഏറ്റവും കൂടുതൽ, പ്രസംഗവേദികളിൽ മാത്രമല്ല എല്ലായിടത്തും നമുക്ക് പരിജ്ഞാനം പ്രാപിക്കുക എന്ന് പറഞ്ഞാൽ ഏറ്റവും വലിയ അനുഗ്രഹമാണ്. പരിജ്ഞാനത്തോട് ഇടപെടാൻ കഴിയുക എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ പറയുന്നത് പരിജ്ഞാനത്തോടെ നിൽക്കണമെന്നാണ്. ഒരു വീട്ടിൽ കയറി ചെന്നാൽ എന്ത് ചെയ്യണമെന്നും, സ്തോത്രം, ദൈവത്തിനെ പ്രസംഗിക്കാൻ വേദിയിൽ കയറി ചെന്നാൽ എന്ത് ചെയ്യണമെന്നും ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുകയായിരുന്നു. സ്തോത്രം, ദേവസ്മാരൊക്കെ അവർക്ക് അറിയാം, ക്രിട്ടിസിസം ഉണ്ട്. സ്തോത്രം, ഞങ്ങളെ വിമർശിക്കും. ഒരു പ്രസംഗത്തിന് നമ്മുടെ ചാപ്പൽ എഴുതിട്ട് എന്നാൽ 3-4 പേര് ഞങ്ങളെ വിമർശിക്കാൻ എഴുതി. അവര് വിമർശിക്കാൻ എഴുതി, ഓരോരുത്തരും ഓരോ ദിവസം വിമർശിക്കുന്നവരുണ്ട്. എന്റെ പ്രസംഗത്തെ വിലയിരുത്തുന്ന ഒരു പ്രസംഗം അവിടെ ഉണ്ട്. 5-10 മിനിറ്റ് വീതം അവർ ഒരു നല്ല പ്രസംഗം അവിടെ നടത്തും. അപ്പം ഈ വിമർശിക്കുന്നത് എന്തിനാന്ന് ചോദിച്ചാൽ നമുക്ക് അതിനകത്ത് തിരുത്തൽ കൊണ്ടുവരാൻ വേണ്ടിയാണ്. തിരുത്തൽ കൊണ്ടുവരാൻ വേണ്ടി അവിടുത്തെ ആശയം തന്നെയാണ്. എന്നാൽ ചിലരൊക്കെ നല്ലതായിട്ട് അത് ജൂനിയേഴ്സ് ഒക്കെ ആയിരിക്കുമ്പോൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട, സീനിയേഴ്സ് ഒക്കെ ഭയങ്കരമായിട്ട് ക്രിട്ടിസൈസ് ചെയ്യും, വിമർശിക്കും. വിമർശിക്കുന്ന പറഞ്ഞാൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പോലും അവർ നോട്ട് ചെയ്യും. ഞാൻ ഒരു പ്രസംഗത്തിനകത്ത് അത്ര ഹല്ലേലൂയ പറഞ്ഞു, സ്തോത്രം, പ്രസംഗത്തിൽ ആരെ നോക്കിക്കൊണ്ടാണ് പ്രസംഗിച്ചത്, സ്തോത്രം, ഇതൊക്കെ നമ്മൾ പറഞ്ഞതിന് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇത് പരിജ്ഞാനത്തിൽ തികവുള്ളവരാകാൻ വേണ്ടി ഹൈസ്കൂളിൽ കിട്ടുന്ന ട്രെയിനിങ് ആണ് ഇതൊക്കെ. സ്തോത്രം. അപ്പം ഈ
അവസാനത്തെ വാക്കിൽ അവന്റെ കാടിന്റെ അവന്റെ വാക്കിന്റെ പവർ വെളിപ്പെടുന്നത് അവസാനത്തെ ആ മനുഷ്യൻ നീതണ്ടേ. അതൊരു വെറുപ്പാക്കല്ലോ കേട്ടോ സ്വോത്രം. ആ ദൂതിന്റെ കാഠിന്യത വെളിപ്പെട്ടത് അവസാനം സ്വോത്രം. അതുവരെ അതിനെ പറഞ്ഞ ആ രാജാവിനെ കൊണ്ട് തന്നെ പറയിപ്പിച്ച് അതിന് ശിക്ഷ എന്താ കൊടുക്കണമെന്നുള്ളത് സ്വോത്രം. എന്നിട്ട് അവസാനത്തെ വാക്കി പറയുക ആ മനുഷ്യൻ നീതണ്ടേ സ്വോത്രം. അപ്പൊ അത് പരിജ്ഞാനത്തോടെ അവതരിപ്പിക്കാൻ ഒരു പ്രവാചകന് സ്വോത്രം. അതുപോലെ തന്നെ നാം മറ്റുള്ളവരെ ഇടപെടുമ്പോൾ പരിജ്ഞാനത്തിന്റെ വാക്ക് നമ്മൾ ചിലരോടൊക്കെ നമ്മൾ ഉപദേശിക്കാറുണ്ട്. എല്ലാവർക്കും ഉപദേശിക്കുന്ന കാലത്ത് ഉപദേശം ഇഷ്ടമല്ല സ്വോത്രം. ഉപദേശം ഇഷ്ടമല്ല സ്വോത്രം. അപ്പം ഉപദേശിക്കുമ്പോൾ നമുക്ക് ഉപദേശിക്കുന്ന നല്ലതൊക്കെ തന്നെ കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നല്ല. പക്ഷെ വളരെ പക്വതയോടും വളരെ പാകതയോടും വളരെ പരിജ്ഞാനത്തോടും കൂടി വേണം. ഇന്നത്തെ കാലത്ത് ഉപദേശം ഏറ്റെടുക്കുന്ന ഒരു ജനറേഷനിലെയാണ് നമ്മൾ ജീവിക്കുന്നത്. അപ്പൊ നമ്മൾ ഉപദേശിക്കുന്നത് എന്ത് ചെയ്യണം? സ്വോത്രം വളരെ കാൽക്കുലേറ്റ് ചെയ്ത് വേണം അവിടെ എന്ത് ചെയ്യണം ഉപദേശിക്കും. പോട്ടെ, ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല. അപ്പം ഇവിടെ ഇങ്ങനെ ശ്രദ്ധിച്ചേ. അപ്പം ജ്ഞാനത്തിന്റെ ആത്മാവ്, പരിജ്ഞാനത്തിന്റെ ആത്മാവ്. അടുത്തത് എഴുതിക്കുന്നത് എന്താ അറിയാം? വിശ്വാസത്തിന്റെയും വായിച്ചോട്ടെ. വേറൊരുവന് 9-ാം വാക്യം. വേറൊരുവന് അതേ ആത്മാവിനാൽ വിശ്വാസം. ശ്രദ്ധിച്ചേ സ്വോത്രം. ഒരേ ആത്മാവിൽ നിന്നാണ് ഇതെല്ലാം ഉണ്ടാകുന്നത്. ആത്മാവ് വ്യത്യസ്തമല്ല, ആത്മാവ് ഒന്ന് തന്നെ. പക്ഷെ 9 കൂട്ട കൃപാവരങ്ങൾ അതിൽ എടുത്തു പറയുക സ്വോത്രം. ഒന്നാമത്തെ പറഞ്ഞു ജ്ഞാനത്തിന്റെ ആത്മാവ്, 2 പരിജ്ഞാനത്തിന്റെ ആത്മാവ്, വിശ്വാസം, പിന്നെ രോഗശാന്തികളുടെ. ചിലർ പ്രാർത്ഥിച്ചാൽ മതി, ചിലരുടെ പ്രാർത്ഥനയ്ക്കകത്ത് അങ്ങനെ ഒരു കൃപാവരം കർത്താവ് കൂടുതലുണ്ട്. അവരുടെ പ്രാർത്ഥനയ്ക്ക് ആ ഒരു വരം കർത്താവ് നൽകിയിട്ടുള്ളത് കൊണ്ട് ആ പ്രാർത്ഥനയ്ക്ക് ഒരു ശക്തിയുണ്ട്. അത് വലിയ പ്രാർത്ഥനയൊന്നും പ്രാർത്ഥിക്കല്ല സ്വോത്രം. വലിയ പ്രാർത്ഥന നമ്മൾ ഈ 3 ദിവസത്തെ ഉപവാസമൊക്കെ ക്രമീകരിച്ചിരുന്ന് പ്രാർത്ഥിക്കേണ്ട പ്രാർത്ഥനയൊന്നുമല്ല. അതിനകത്തൊരു ചെറിയ പ്രാർത്ഥന. ഏലിയാവ് പ്രാർത്ഥിക്കുന്ന തീ കത്തിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചപ്പോ വലിയൊരു പ്രാർത്ഥനയുടെ ദൈർഘ്യം ഉണ്ടായിരുന്നില്ല. സെക്കൻഡ് നേരത്തെ പ്രാർത്ഥന ഞാൻ പറഞ്ഞ വാക്കുകളൊക്കെ എടുത്തെടുത്താണ് പറഞ്ഞത്. ബാലിന്റെ ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന കുറെ ആളുകൾ, പ്രവാചകന്മാർ അവരുടെ കൈ വേണ്ടുന്നു ഒക്കെ ചെയ്തിട്ട് സമയം ഒത്തിരി എടുത്താണ് പ്രാർത്ഥിക്കുന്നത്. പക്ഷെ ഇതൊന്നും ഇല്ല. എന്റെ കാരണം അറിയാമോ? ഈ ആത്മാവിന്റെ പ്രവൃത്തി വെളിപ്പെടുമ്പോൾ തന്നെ ഈ ആത്മാവ് കൊണ്ട് ദൈവത്തോട് അവർ ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുക. അവർ ദൈവത്തോട് ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുമ്പോ അവർക്ക് പരസ്യമായിട്ട് വന്ന വലിയ പ്രകടനങ്ങളൊന്നും കാണിക്കേണ്ട വരുന്നില്ല. സ്വോത്രം. ഈ ഭൂതശാന്തി വരമുള്ള ചില ആളുകളെ ശ്രദ്ധിച്ചേ. ചിലർ വന്നിട്ട് മണിക്കൂറുകൾ സമയം ചിലർ വരുന്ന കയറുമ്പോ ഞാൻ എന്റെ കൊച്ചിലൊക്കെ കേട്ടിട്ടുണ്ട്. ചിലർ വന്ന് കയറുമ്പോ തന്നെ അടുക്കാൻ പറ്റത്തില്ലെന്ന് വിചാരം അവിടെ നിന്ന് പറയാറുണ്ട്. എന്നാ കാരണം എന്ന് ചോദിച്ചാൽ അവർ ഇവിടെ വന്നിട്ട് പ്രാപിച്ചതല്ല, അവർ പ്രാപിച്ചൊരു സമയമുണ്ട്. അവർ പ്രാപിച്ചൊരു സമയമുണ്ട്. അത് എപ്പോഴെന്ന് വെച്ചാൽ രാത്രിയുടെ യാമങ്ങളിൽ അവർ ദൈവസന്നിധിയിൽ കർത്താവിനെ കണ്ണുനീരൊഴുക്കി പ്രാർത്ഥിച്ച വിഷയങ്ങൾ അവർക്ക് ദൈവത്തിന്റെ മറുപടി ലഭ്യമാകുന്നത് എപ്പോഴെന്ന് ചോദിച്ചാൽ പരസ്യവേദികളിൽ ഒറ്റ വാക്കിലായിരിക്കും എന്ന പ്രാർത്ഥന അവരുടെ ശക്തി വെളിപ്പെടുന്നത് ആ സമയങ്ങളിലാണ്. അപ്പോസ്തലന്മാര് പെന്തക്കോസ്ത് നാളിന്റെ അനുഭവങ്ങളൊക്കെ കഴിഞ്ഞിരിക്കുന്ന സുന്ദരം എന്ന ദേവാലയത്തിന്റെ വാതിൽക്കലേക്ക് ചെല്ലുമ്പോ അവിടെ ഒരു മനുഷ്യരിക്കുന്നത് കാണിക്കാം. അവിടെ ചെന്ന് കയറുമ്പോ അവര് ഒത്തിരി കാര്യങ്ങളൊന്നും അവിടെ പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള സമയമില്ല. അവർ ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക അല്ലേ, കൂട്ടായ്മയ്ക്ക് പോയിക്കൊണ്ടിരിക്കുക. അവർ കൂട്ടായ്മയ്ക്ക് അകത്ത് ചെന്നിട്ട് പ്രാർത്ഥിച്ചിട്ട് സൗഖ്യമാക്കാമെന്നൊന്നും അല്ല പറഞ്ഞത്. ആണോ? അവര് പറഞ്ഞത് എന്താ? അവനവിടെ ചെന്നിരുന്ന് ഇവരെ കണ്ടപ്പോ തന്നെ അവൻ അടുക്കരുത്. അവന് അങ്ങോട്ട് അടുത്തോടെ ചെല്ലുന്ന കണ്ടപ്പോ തന്നെ സാധാരണ ഇവരിലേക്ക് ആരും അടുത്തില്ല. വല്ല കൊടുക്കണമല്ലോ ഓർത്തിട്ട് എന്ത് ചെയ്യും? വേറെ വഴിയായിട്ട് പോകാൻ ഇച്ഛിക്കുന്നവരൊക്കെയാണ് കൂടുതൽ ആളുകൾ. സ്വോത്രം. അപ്പം ഈ മനുഷ്യൻ അവിടെ പ്രതീക്ഷിക്കുകയാണ്. ഈ മനുഷ്യൻ കണ്ടപ്പോ തന്നെ ഇവൻ എന്ത് ചെയ്യാം? അവരുടെ ഉള്ളിലെ നിയോഗം അവരെ അങ്ങോട്ടേക്ക് അടുപ്പിച്ചു എന്ന് വേണം പറയാൻ. ചില കാര്യങ്ങളൊന്നും യാദൃച്ഛികമല്ല.
സൗഖ്യങ്ങളൊന്നും ചില വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് യാദൃച്ഛികമല്ല. നമുക്ക് ചിലപ്പോൾ അത് യാദൃച്ഛികമായിട്ടോ പെട്ടെന്നുണ്ടായതായിട്ടോ ഒക്കെ തോന്നാക്കി, പക്ഷെ ദൈവത്തിന്റെ പദ്ധതി അങ്ങനെയാണ്. ദൈവം ചിലതിനെ നിയോഗിച്ചിട്ടുണ്ടെങ്കിൽ ആ നിയോഗം തക്ക സമയത്ത് ദൈവം വെളിപ്പെടുന്ന ദൈവമാണ്. അതിന് സമയം തെറ്റിക്കുന്ന ദൈവമല്ല. ദൈവത്തിന്റെ സമയത്തിന്റെ പരിധി കളക്കാനോ ദൈവത്തിന്റെ സമയത്തിന്റെ പരിധി നിശ്ചയിക്കാനോ ലോകത്തിൽ മനുഷ്യന് കഴിയത്തില്ല. ഇന്ന് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, നിങ്ങൾക്ക് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ സമയം അത് കർത്താവിന്റെ സമയത്ത് തന്നെ നിങ്ങളിൽ വെളിപ്പെടുവാനിടയായി തരും. തന്നെ അത് നിങ്ങളിൽ വെളിപ്പെടുവാനിടയായി തരും. അത് മനുഷ്യൻ കൽപ്പിക്കണ്ട. മനുഷ്യൻ ചിലപ്പോൾ പലതും പറയും. സ്വത്രം മനുഷ്യന്റെ വാക്കുകൾക്ക് പരിമിതിയില്ല, അതിങ്ങനെ ഇങ്ങനെ പൊക്കോണ്ടിരിക്കും. പക്ഷെ ദൈവം പറയുന്ന വാക്കുകൾക്ക് ശക്തി ഉണ്ട് കേട്ടോ. ആ വാക്ക് അധികം ഒന്നും പറയണ്ട, നമുക്കുള്ളത് നമ്മുടെ പക്കൽ ഇനി വരും. തേടി പിടിച്ച് അങ്ങോട്ട് പോകണ്ട. സ്വത്രം കണ്ടുപിടിക്കാൻ കിടന്ന് നെട്ടോട്ട് ഓടണ്ട. ദൈവിക പദ്ധതിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒരു ദൈവമായി അവനെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ അവന്റെ പക്കലേൽപ്പിക്കാൻ എന്റെ കർത്താവ് വിശ്വസ്തനായ ദൈവമാണ്. ഹല്ലേലൂയ. സുന്ദരമെന്ന ദേവാലയത്തിലേക്ക് അവർ പോയിക്കൊണ്ടിരിക്കുന്നത് അവരെ ആരാധിക്കാൻ പോവുക. അവർ ഈ മനുഷ്യനെ നോക്കിയിട്ടൊന്നും പോയതല്ല. പക്ഷെ പോയ വഴിക്കൊക്കെ ഒരു ആത്മനിയോഗം, പോയ വഴിക്കുണ്ടായ ഒരു ആത്മനിയോഗം ചിലതിന്റെ കൈവയ്ക്കാൻ തോന്നിയല്ലോ. ആ മനുഷ്യന് വേണ്ടിയുള്ള ദൈവിക പദ്ധതിയുടെ സമയമായെങ്കിൽ ഇന്ന് പരിശുദ്ധാത്മാവിൽ പറയട്ടെ, ചില ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ദൈവങ്ങളെ ഉപയോഗിക്കാതിരിക്കുകയാണ്. ദൈവത്തിന്റെ പദ്ധതികൾ കുടുംബത്തിനകത്ത് പരിശുദ്ധനെ നല്ലവനെ. ഹല്ലേലൂയ. ഹല്ലേലൂയ. ദൈവത്തിന്റെ പദ്ധതിക്ക് ദൈവം തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. അത് ചിലപ്പോൾ നമ്മളോട് പോലും പറയത്തില്ല. ദൈവം അതിന്റെ സമയത്ത് അത് നിറവേറ്റി. നാം അറിയാത്ത വഴികൾ, നാം അറിയാത്ത ദൈവിക പദ്ധതികൾ നമുക്ക് വേണ്ടി തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നമ്മെ ഈ ഭൂമിയിലേക്ക് ജനിക്കാൻ അനുവദിച്ചവരാണ് എന്റെ ദൈവമെങ്കിൽ വിശ്വസിക്കുന്നവർക്ക് ഓർത്തി ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. നിന്നെ കുറിച്ച്, നിന്റെ തലമുറകളെ കുറിച്ചുള്ള ദൈവിക പദ്ധതികൾ എന്റെ അപ്പൻ തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. നീ അന്വേഷിച്ചു പോകുന്നതിനപ്പുറത്ത് നിന്റെ പക്കൽ ചിന്തയിപ്പിക്കാൻ, നിന്റെ കരങ്ങളിൽ ചിന്തയിപ്പിക്കാൻ Kalo bile
khalo jamajala ave nada ave vale babishmalebe yova ire yova shalom yova nisiyavane o yova jayam nalkunavan kumen kanniyullavane vaibe adike namsave ve namashave ve malashave ve malashave o nyanaakunavan nyanaakunalli chedavane milat meneya dilalibe aybalo ay saibe be khamo shabaraba hallelujah sudi amen ആരാധനയ്ക്ക് പോയ മനുഷ്യനെ ദൈവദാസന്മാർ അവരുടെ ഇരുന്നു ഈ മനുഷ്യന്റെ അടുക്കലേക്ക് ചെന്നു. അവൻ വളരെ പ്രതീക്ഷയോടിരിക്കുക. അവന്റെ പ്രതീക്ഷയ്ക്കൊക്കെ ഭംഗം വന്നു. കഴിഞ്ഞ നാളുകളിൽ അവനെ അവിടെ കൊണ്ടിരുന്ന കാലം മുതൽ പലതും അവൻ കാണുന്നുണ്ട്. അവന് കിട്ടുന്നത് മുഴുവൻ പൊന്നും വെള്ളിയൊക്കെയാണ്. അവൻ കിട്ടിക്കൊണ്ടിരിക്കുന്നതൊക്കെ എന്താണ്? പൊന്നും വെള്ളിയൊക്കെയാണ്. വഴിക്കൂടെ പോകുന്നവന് കൊടുക്കുന്നത് മാത്രമേ ഉള്ളൂ. സ്വത്രം നിരന്തരമായി ആ കാഴ്ച കണ്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യൻ സ്വതന്ത്രം വേറെന്ത് പ്രതീക്ഷിക്കാനാണ്? അവന്റെ എക്സ്പീരിയൻസിൽ അവൻ പ്രതീക്ഷിച്ചത് ഇത്രേ ഉള്ളൂ. സ്വതന്ത്രം പലപ്പോഴും സാഹചര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ പറയാറുണ്ട് ഇത്രേ ഉള്ളൂ, ഇതാണ് നമ്മൾ പ്രതീക്ഷിച്ചതല്ല കർത്താവ് നമ്മുടെ മക്കളെ ഏൽപ്പിക്കാൻ പോകുന്നത്. നമ്മൾ പ്രതീക്ഷിക്കുന്നതല്ല ഇന്ന് പകൽ പരിശുദ്ധാത്മാവ് നമ്മളെ ഏൽപ്പിക്കാൻ പോകുന്നത്. നിങ്ങൾ പ്രതീക്ഷിച്ചതിന് വിപരീതമായി അതിലെ ബലമേ സബലേ ബലമേ ആവേ കണ്ണുള്ളവനെ അപ്പ പിതാവേ ആവേ അസൈ വലേ ദിവാരി ബാരി ബലമേ ആവേ ബലേ അസൈ വലേ ശുഗബാരി ബല ജുബലാരി ബല അംബേ ഉദാ ബല ജലം ബലേ വേ ജുബേ വേ സുബേ വൈ ബലേ ഖബരാ ജബലാ ജം ശബലേ ഓ ഹല്ലേലൂയ വിശ്വസനേ സ്തുതി ഹല്ലേലൂയ പ്രഭാഷണം ബലാസി പിതാവേ എക്സ്പെക്ടേഷൻസ് മാറാൻ പോവാ. സ്തോത്രം ഇതുവരെ നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നത് കടം മാറ്റാൻ പോവാ. എനിക്ക് കിട്ടാൻ പോകുന്നത് എന്താണെന്നും എനിക്ക് കിട്ടുന്നത് ഇത്രയാണെന്നും ഞാൻ ലിമിറ്റ് ചെയ്തിരിക്കുക. ഞാൻ എന്റെ മനസ്സുകൊണ്ട് പറഞ്ഞിരിക്കുകയാണ് എനിക്ക് ഇതൊക്കെ ലഭിക്കാൻ ലഭ്യമാകും. എന്റെ സർക്കംസ്റ്റാൻസസ് നോക്കിയാൽ, എന്റെ ചുറ്റുപാടുകൾ നോക്കിയാൽ എനിക്ക് ലഭ്യമാകാൻ പോകുന്നത് എനിക്ക് നന്നായി. എനിക്ക് ഏതറ്റം വരെ ഉയരാൻ കഴിയും, എന്റെ തലമുറ ഏതറ്റം വരെ പോകുമെന്നുള്ളതൊക്കെ എനിക്കൊരു എക്സ്പെക്ടേഷൻ ഉണ്ട്, എനിക്കൊരു പ്രതീക്ഷയുണ്ട്. സ്വതന്ത്രം. പക്ഷെ നമ്മുടെ പ്രതീക്ഷകളെ ഇന്ന് പകൽ പരിശുദ്ധം തിരിച്ചുകൊടുക്കുകയാണ്. സ്വതന്ത്രം. ദേവാലയത്തിലേക്ക് പോയ അഭിഷിക്തന്മാരെ ഡീവിയേറ്റ് ചെയ്ത് അവരുടെ അടുക്കലേക്ക് പറഞ്ഞത് എന്തിനാ ചോദിച്ചാൽ അവരുടെ എക്സ്പെക്ടേഷനെ മാറ്റാൻ വേണ്ടിയാണ്, അവരുടെ പ്രതീക്ഷയ്ക്ക് മാറ്റം വരുത്താനാ. ഇല്ല, നിങ്ങൾ പ്രതീക്ഷിച്ചുകൊണ്ടിരുന്നതല്ല ഞങ്ങൾക്ക് തരാനുള്ളത്. അത് മനുഷ്യന്റെ ഇച്ഛയാണ്, അത് മനുഷ്യന്റെ ഇഷ്ടമാണ്. മനുഷ്യന്റെ ഇഷ്ടമുള്ളത് നമുക്ക് തന്നാൽ അതിന് പരിധിയുണ്ട്. അവന്റെ പോക്കറ്റിലെ അവന്റെ പേഴ്സിലെ ഏറ്റവും ചെറുതായിരിക്കും ആ മനുഷ്യന് കിട്ടിക്കൊണ്ടിരുന്നത് അല്ലേ? ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്തതാണ് ചെറുതായിട്ടൊക്കെ ചെയ്യാറുണ്ട്. അവൻ പ്രതീക്ഷിക്കുന്നു അതേ ഉള്ളൂ. ഇവൻ അങ്ങോട്ട് എഴുതുന്നത് കണ്ടപ്പോ അവര് പ്രതീക്ഷിച്ചത് അവന്റെ പേഴ്സിനകത്ത് എന്തെങ്കിലും. പക്ഷേ ഇവിടെ ചെന്നത് വ്യത്യസ്തമായിട്ട് അഭിഷേകം പറയുകയാണ്. അവന്റെ പ്രതീക്ഷ എന്താണെന്ന് അവൻ ഊഹിച്ചു, ഗ്രഹിച്ചു. അവർ ഗ്രഹിച്ചിട്ട് പറയുക വെള്ളിയും പൊന്നും. അവൻ അവരോട് വെള്ളി നിങ്ങൾ ചോദിച്ചിട്ടുണ്ടോ? അവൻ അവരോട് വെള്ളി ചോദിച്ചില്ല. പക്ഷെ അവര് പറയുക വെള്ളി പൊന്നൊന്നും ഞങ്ങൾക്കില്ല. ഞങ്ങൾക്കുള്ളത് എന്താന്ന് വെച്ചാൽ ഞങ്ങൾ പ്രാപിച്ചതുകൊണ്ടാണ്. ഞങ്ങളുടെ കയ്യിൽ ഇരിക്കുന്നത്
Oh, Sibai, Bila, Jibai. Hallelujah. പരിശുദ്ധനേ സ്തുതി. ഹല്ലേലൂയ. നല്ല ആത്മാവേ, പരിശുദ്ധാത്മാവേ സ്തുതി. അപ്പാ പിതാവേ, മഹത്വം മഹത്വം. യോ രബാ രോ രബാ സബലേ. Praise the Lord. Yebere bere sebele. Yebe sabadanam daramila bere. Jibala jibale kamanam sebele. Hallelujah. Kriba kriba. മനുഷ്യൻ കൈമാറിയത് കൊണ്ട് നിന്നെ തൃപ്തിപ്പെടുത്താൻ ഞങ്ങൾക്കാവില്ല. നിനക്ക് തൃപ്തിപ്പെടുത്താൻ പറ്റണമെങ്കിൽ ഞങ്ങൾക്ക് കർത്താവ് തന്നു. മനുഷ്യൻ ഞങ്ങളെ എക്സ്ചേഞ്ച് ചെയ്യുന്നത് നിങ്ങളെ തൃപ്തിപ്പെടുത്താൻ കഴിയത്തില്ല. എത്ര തന്നാലും തൃപ്തി ഉണ്ടാകത്തില്ല. പക്ഷെ ദൈവം കൈമാറിയത് നിന്റെ പകരുമോ അത് നിനക്ക് പ്രയോജനമാണ്. അത് നിന്റെ കുടുംബത്തിന് വിടുതലാണ്. അത് മറക്കാൻ കഴിയാത്ത മനുഷ്യൻ കൈമാറുന്നതിൽ പ്രതീക്ഷിച്ചിരിക്കരുത്. മനുഷ്യൻ തരുന്നത് നോക്കി പ്രതീക്ഷിച്ചിരിക്കരുത്. സ്വന്തം ഇന്ന് മകൻ പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്ന നൂതന ചോദിച്ചാൽ സ്വന്തം ദൈവം കൈമാറിയത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ കർത്താവേ അത് ഞങ്ങൾക്ക് കിട്ടണം. ഞങ്ങളുടെ അവകാശമാണ്. അത് ഞങ്ങൾക്ക് ലഭ്യമാക്കണം. ലോകം തരുന്നതിന് ശ്രേഷ്ഠമായിരിക്കും അങ്ങയുടെ മക്കളിൽ നിന്ന് കിട്ടിയത്. അത് ഞങ്ങൾക്ക് ലഭ്യമാക്കണമെന്ന് ഇന്ന് മകൻ പരിശുദ്ധാത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഞങ്ങളോട് സംസാരിച്ച ദൂതനായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്ന ദൈവിക പദ്ധതികളും ദൈവിക ഇടപാടുകളും കർത്താവേ അത് ഞങ്ങളോട് വ്യക്തിപരമായ ജീവിതത്തിൽ അനുഭവിച്ചറിയുവാൻ കർത്താവിയാക്കണം. ഈ ദിവസങ്ങളിൽ ദൈവിക പദ്ധതികൾക്ക് വേണ്ടി ഞങ്ങളുടെ കുടുംബങ്ങളെ ഞങ്ങളുടെ മാതാപിതാക്കളെ കർത്താവ് ഉപയോഗിക്കണമേ. ഈ ദിവസങ്ങളിൽ ദൈവിക വിടുതലുകളും സൗഖ്യങ്ങളും ഞങ്ങളുടെ കുടുംബങ്ങളിൽ അനുഭവിച്ചറിയുവാൻ കർത്താവിയാക്കണമേ. ഞങ്ങളുടെ സഭയെ ഈ ദിവസങ്ങളിൽ അനേകം ഞങ്ങളുടെ ചുറ്റുപാടുകളിലുള്ളവർ ഞങ്ങളുടെ സഭയിലെ ഓടിക്കയറി വന്ന് രക്ഷാപ്രതിപ്പാൻ ഞങ്ങൾ എന്ത് ചെയ്യണമെന്ന് ചോദിക്കുന്ന തരത്തിൽ ചില ദൈവത്തിന്റെ പ്രവൃത്തികൾ ഞങ്ങളുടെ സഭയുടെ കർത്താവ് വെളിപ്പെടുത്തുന്നതായി കർത്താവിന്റെ അത്ഭുതം ഞങ്ങളുടെ സഭയ്ക്ക് വേണ്ടി ചെയ്യും. ഞങ്ങളെ തന്നെ സമർപ്പിക്കും. പ്രാർത്ഥനയുടെ നന്ദി യേശുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പകൽ സ്തോത്രം. നമ്മുടെ പ്രിയമാതാശന് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഈ യോഗങ്ങളുണ്ടല്ലോ കർത്താവിനെ കുടുംബമായി കർത്താവ് സഹായിക്കട്ടെ.